ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗേസ് എന്താ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ കിച്ചണാണ് കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കിച്ചൺ. മറ്റത് നമ്മൾ സെപ്പറേറ്റ് ഇറക്കിയതാണ്. സെപ്പറേറ്റ് കിച്ചണാണ്. ഇത് നമ്മൾ ഇറക്കിയിട്ട് രണ്ടാമത് ഇറക്കിയതാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒട്ടും വൃത്തിയില്ല എന്ന് പറയുന്നൊരു കിച്ചണാണ് കേട്ടോ. കാരണം ഒരുപാട് പേര് വന്നിട്ടും എനിക്ക് വൃത്തിയില്ല, എൻ്റെ കിച്ചണ് വൃത്തിയില്ല എന്ന് പറയുന്നു. ഇത് സെപ്പറേറ്റ് ഇറക്കിയ ഈ കിച്ചണിൽ നമ്മൾ ഗ്യാസ്, ഫ്രിഡ്ജ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഞാൻ കുക്കിംഗ് ചെയ്യുന്നതെല്ലാം. ഈ അടുപ്പത്താണ് വേവിക്കുന്നത്. പിന്നെ ഇതൊക്കെ ചെടികൾ ഞാനിങ്ങനെ ഓരോ പ്ലാന്റും കട്ട് ചെയ്ത് ഓരോ ഗ്ലാസ്സിലും ബൗളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാവല്ലോ വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ടിന്നുകളാണ്. മസാലപ്പൊടികളും അരി അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുന്ന ഒരു ഏരിയയാണ് ആ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് പുളിഞ്ചിക്ക, നിങ്ങളുടെ അവിടേക്ക് എന്ത് പറയുന്നത് എനിക്കറിയില്ല. പിന്നെ കാരിക്ക ഇങ്ങനെയൊക്കെയുള്ള സാധനം ഉപ്പിലിട്ടതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ എൻ്റെ ഒരു കിച്ചൺ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. കാരണം ഒരുപാട് മോടി പിടിച്ചൊരു കിച്ചണൊന്നും ആയിരിക്കില്ല, എന്നാലും അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് ഒതുക്കുന്ന ഒരു ഇതിലെ പറ്റിയൊരു കിച്ചണാണ് ഇത്. കാരണം ഇപ്പോൾ ഈ കമൻറ്റ് പറയുന്നവർ കിച്ചൺ ചിലപ്പോൾ ഭയങ്കരമായ വലിയൊരു കിച്ചണായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടും വൃത്തിയില്ലാതെ കിടക്കുന്നവരായിരിക്കാം ഈ പറയുന്നതും. അപ്പോൾ അതൊന്നും ഞാൻ സീരിയസ് ആക്കുന്നില്ല. പിന്നെ ഇത് രാവിലത്തെ ഒരു ഇതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി. പിന്നെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞായറാഴ്ച ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം ഇന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നുണ്ട്. ഉമ്മായും പയ്യൻ സഹോദരനും ഒക്കെ വരുന്നുണ്ട്, സഹോദരൻ്റെ കൊച്ചുമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സൺഡേ അല്ലേ, അപ്പോൾ സ്പെഷ്യൽ മക്കളും വീട്ടിലുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് അവരും വീട്ടിൽ കാണും. അപ്പോൾ ഉച്ചവരെ അവർക്ക് ട്യൂഷനുണ്ട്. പിന്നെ സഹോദരൻ വന്നിട്ടുണ്ട്, ഉമ്മയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞിനെയും കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മുടെ വഴി ഇതാണ്. അതെന്തായാലും വിശദമായിട്ട് നിങ്ങൾക്ക് ഞാനൊരു വ്ളോഗ്, ഹോം ടൂർ വയ്ക്കുമ്പോൾ ഒരു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾക്ക് വഴിയും വീടും ഫുള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ സഹോദരൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരുന്നതാണ് ഉമ്മ. അങ്ങനെ ഉമ്മ വന്നിട്ടുണ്ട്. ഉമ്മായും കുഞ്ഞും എല്ലാവരുമൊക്കെ വന്ന്. പിന്നെ താഴെ വണ്ടി ഇരിക്കുന്നില്ലേ, അതിൽ ഒരെണ്ണം എൻ്റെ വണ്ടിയാണ് കേട്ടോ, സ്കൂട്ടി. അവിടെയാണ് വെച്ചേക്കുന്നത്. കാരണം വീടിൻ്റെ മുറ്റത്തൊന്നും വണ്ടി വരത്തില്ല. അപ്പോൾ വഴിയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് വഴി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടൊക്കെയാണ്. അപ്പം കറക്റ്റ് വഴി എന്ന് പറയുമ്പം താഴെ കൂടിയാണ് വരുന്നത്. ഉമ്മ ഇപ്പോൾ ഇത് ഷോർട്ടായിട്ട് കയറി വന്നതാണ് കൊച്ചിനെയും കൊണ്ടിട്ട്, മോളെയും കൊണ്ടിട്ട്. അങ്ങനെ കേസ് മോള് അവിടെ സിറ്റൗട്ടിലേക്കുന്നത്. അപ്പം അവൾക്ക് കാപ്പി കൊടുക്കുകയാണ് ഞാൻ. അവളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മക്കളെയാണ്. അവളിവിടെ വന്നപ്പോഴത്തേക്കും മക്കളിവിടെ ഇല്ല, ട്യൂഷന് പോയേക്കുന്നു. അപ്പോൾ അവരില്ലാത്തതുകൊണ്ടൊരു വിഷമം ആളിന്. പിന്നെ നമ്മൾ ചെടികളുണ്ടല്ലോ, 10 മണി 8 മണി അങ്ങനെ പല കളറിൽ, ഒരു 3-4 കളറുണ്ട്. അതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കാലാവസ്ഥയുണ്ട്, നല്ലൊരു വൈബാണ് കണ്ടോ. പിന്നെ ഞാൻ അവൾക്ക് ഇങ്ങനെ കാപ്പി വാരി കൊടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നുണ്ട്, വീഡിയോ പിടിക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് കളിയും ചിരിയും ഡാൻസുമായിട്ടൊക്കെ ആളിങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ എഴുത്തരങ്ങളൊക്കെ കാണിക്കുന്നത്. ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്, ഹാപ്പി ആയിരുന്നു ഭയങ്കരമായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബിരിയാണി റെഡിയായി. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പീസ് ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട്. പിന്നെ നമ്മൾ പുതിയൊരു മൺചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് മസാല എല്ലാം വറ്റിച്ച് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഇതേ സൈസിലിരിക്കണം. എന്നിട്ട് നമുക്ക് ഇനി ഇതിലിട്ട് മിക്സ് ചെയ്തും ബിരിയാണി കഴിക്കാം, അല്ലാണ്ട് സെപ്പറേറ്റ് വേണമെന്നവർക്കും കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അവർക്കൊക്കെ ഫുഡ് കൊടുക്കണം. ബ്രദറിനും പപ്പാക്കും എല്ലാവർക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ബിരിയാണി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കൊടുക്കുക, എല്ലാം വിളമ്പിയൊക്കെ വെച്ചു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിക്കിളാണ്, ഞാൻ തന്നെ ഇടുന്ന പിക്കിളാണ്. അപ്പം ലെമൺ ആൻഡ് ഡേറ്റ്സ് അത് രണ്ടും കൂടി ചേർന്ന് മിക്സ് ചെയ്ത് ഇടുന്നതാണ്. പിന്നെ മോള് ഇവിടെ നിന്ന് മക്കളോട് കളിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളൊക്കെ വന്നിട്ടോ, ഉച്ചയായപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ കളിച്ചും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബ്രദറും എല്ലാവരും കൂടിയൊക്കെ അവിടെ ഇരിക്കുന്നു, ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ പുറത്തോട്ട് നല്ല വെയിലുണ്ട് കേട്ടോ.
അപ്പോൾ എൻ്റെ പപ്പായും സഹോദരനൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. മോളിതാ ഇവിടെ ഇങ്ങനെ അവരോട് ഭയങ്കരമായിട്ട് കളിയും ചിരിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ആൾ ഹാപ്പിയാണ്. ഇവിടെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഇഷ്ടമാണ് ഈ ബ്രോസ്റ്റഡ്. അങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ ചിക്കൻ എടുത്തിട്ട് ബ്രോസ്റ്റഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നതിന്. ഞാൻ സാധാരണ കൂടുതലും ഇങ്ങനെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്താണെന്നുള്ളതൊന്നും എനിക്ക് സെപ്പറേറ്റ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഇതാക്കിയതാണ്. അപ്പം പിന്നെ ഒരിക്കലും എന്തായാലും കാണിച്ചു തരും. അപ്പോൾ നമ്മൾ മസാലയെല്ലാം നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ബ്രോസ്റ്റഡ് പൗഡറിൽ ഞാൻ മുക്കിയിട്ട് ഇതുപോലെ പൊരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ പീസും നന്നായിട്ട് അതിൻ്റെ പൗഡറിലിട്ട് മിക്സ് ചെയ്ത് ഇതാക്കിയിട്ട് കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കുക്കറാണ് എടുത്തേക്കുന്നത്. കുക്കറിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ പീസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് പിന്നെ എൻ്റെ കൂടി കഴിക്കാനായിട്ട് ബ്രെഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെയാണ് കഴിക്കുന്നത്. ബ്രോസ്റ്റഡോ അല്ലെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കഴിക്കാനൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം കുബൂസ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ബ്രെഡ് എടുത്തത്. അപ്പം ബ്രെഡും മയോണൈസും ബ്രോസ്റ്റഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മോൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അപ്പോൾ മോള് ചൂടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നല്ല ചൂടുണ്ട്. ചൂടോട് കൂടിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അവൾ കുഞ്ഞല്ലേ, അവളെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്ന് ചൂട് മാറിയിട്ട് കൊടുക്കാനായിട്ട് ഇങ്ങനെ രണ്ടായി സെപ്പറേറ്റ് ആക്കി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സിറ്റ് ഔട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോയിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രോക്ക് ബട്ടർഫ്ലൈനൊക്കെ വിടർത്തിയിട്ടൊക്കെ കളിക്കുകയാണ്. അപ്പോൾ ഗെയ്സ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചെറിയൊരു വീഡിയോയാണ്. അപ്പം എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ കമൻ്റ് ഇടണം. പക്ഷേ കമൻ്റ് ഇടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ബാഡായിട്ടുള്ള കമൻ്റ് ഇടല്. കാരണം അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാകട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം വീണ്ടും. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.